താല്പര്യവും ശ്രദ്ധയും ഒരേ സമയം കൈകാര്യം ചെയ്യാനാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ താല്പര്യവും ശ്രദ്ധയും ഒരേ സമയം കൈകാര്യം ചെയ്യാനാകാത്ത അത്രയും പ്രവർത്തനങ്ങൾ, ചിന്തകൾ, വിവരങ്ങൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ ഓവർലോഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ മൂലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരുപാട് ആശയക്കുഴപ്പം സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഡിസിഷൻ ഫെറ്റിംഗ് ഉണ്ടായിരിക്കാം. തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഒന്നും ഓർത്തു വെക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരു കാര്യവും അടുക്കും ചിട്ടയോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, ചിന്തകൾക്കൊന്നും ഒരു അടുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇവിടെ വെക്കേണ്ടത് അവിടെ വെക്കും, അവിടെ വെക്കേണ്ടത് അവിടെ വെക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും പറഞ്ഞ കാര്യം മറക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാനാകാവുന്നതിൽ അപ്പുറത്തേക്ക് കോഗ്നിറ്റീവായിട്ട്, ചിന്താപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കുറച്ച് ഓവർലോഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആങ്സൈറ്റി, സ്ലീപ്പ് ഹൈജീൻ ഇല്ലാതെ പോകുമ്പോൾ ഒക്കെ ഇത് സംഭവിക്കും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഒരുപാട് നേരം സ്ക്രോൾ ചെയ്യും, ഒരുപാട് ആപ്പുകൾ ഒന്നിലധികം സമയം ഉപയോഗിക്കുക, ഒരുപാട് ടാബുകൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളവർക്കൊക്കെ കോഗ്നിറ്റീവ് ഓവർലോഡ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരിക, ഗ്രൗണ്ടിങ് ടെക്നിക്ക് പോകണം, അത്യാവശ്യം ബ്രേക്ക് എടുക്കണം, ഒരു കാര്യത്തിന്മേൽ ഒരുപാട് അങ്ങ് ചിന്തിക്കരുത്, ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അസ്യൂം ചെയ്തിട്ട് പല പല കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടി പോകുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരോട് ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിലധികം നമുക്ക് കോഗ്നിറ്റീവ് ഓവർലോഡൊക്കെ വരുന്നതിൽ നിന്ന് തടയാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് അതിനെ പണിയെടുപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിനെ പ്രവർത്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഓവർലോഡാണ്. ലിഫ്റ്റ് ഒക്കെ ഇങ്ങനെ പൊടുങ്ങിയിട്ട് അനങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്.